തിന്നാനതൊന്ന്. അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം. എനിക്ക് ലേറ്റ് ആവുന്നു. എടോ, അവര് അമ്പലത്തിലേക്ക് പോയിരിക്കാ. വരാൻ ലേറ്റ് ആവും. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? നമസ്കാരം, ഞാനാണ് റാണി ചാറ്റർജി. നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയ കഥയോടൊപ്പം. എന്തിനു മണോ? ഇതാണ് എപ്പോഴും എന്നെ നിന്നിൽ ആകർഷിക്കുന്നത്. ഹലോ, വിടുന്നേ, വേദനിക്കുന്നു. വേദനിക്കുന്നോ? സ്നേഹിക്കുമ്പോ കുറച്ച് വേദനിക്കൊക്കെ ചെയ്യും. ആഫ്റ്റർ ഓൾ ഐ ആം യുവർ ഹസ്ബൻഡ് അല്ലേ? അതിനുള്ള അധികാരം എനിക്കില്ലേ? വേദനിപ്പിക്കാതെ പതുക്കെ സ്നേഹിക്കാനും പറ്റും. എനിക്കിങ്ങനെ പതുക്കെ ഒന്ന് സ്നേഹിക്കാൻ അറിയില്ല. നിന്നെ കാണുമ്പോഴേ എനിക്ക് കടിച്ചു തിന്നാനതൊന്ന്. അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം. എനിക്ക് ലേറ്റ് ആവുന്നു. എടോ, അവര് അമ്പലത്തിലേക്ക് പോയിരിക്കാ. വരാൻ ലേറ്റ് ആവും. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഏതവനായത്? ഹലോ, ഇന്ന് തന്നെയോ? ശരി ശരി, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞില്ലേ? ശരി, ഓക്കെ, ബൈ. ആരാ അത്? അതാരുമല്ല, അത് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഡീലറാ. ഈ പ്രോപ്പർട്ടിയുടെ കാര്യം നോക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ നാളെ തിരിച്ചു വരുള്ളൂ. ആൻഡ് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറയണ്ട, ഓക്കെ? പക്ഷേ അവരോട് എന്തുകൊണ്ട് പറഞ്ഞൂടാ? നിന്റെ അടുത്ത് എന്താണോ പറഞ്ഞത് അത് നീ ചെയ്താൽ മതി. ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ വരില്ലേ? കാലത്ത് എന്നെ തുടങ്ങിക്കോളും. സ്ത്രീകളുടെ ജീവിതം പലപ്പോഴും ഭർത്താവിനെയും വീട്ടുകാരെയും സേവിക്കുന്നതിലൂടെ തന്നെ കടന്നുപോകുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത് തന്നെ വെറും ഒരു വസ്തുവായി കാണുന്ന ഭർത്താവാണെങ്കിലോ ആ സ്ത്രീയുടെ ഹൃദയത്തിലൂടെ എന്തായിരിക്കും കടന്നു പോവുക? ഇത് നമ്മൾ മനസ്സിലാക്കണം. സരിത തന്റെ ഭർത്താവിന് ഒരു മാതൃകയായ ഭാര്യയായിരുന്നു. എന്നാൽ രോഹിത് അവൾക്കൊരു മാതൃകയായ ഭർത്താവായിരുന്നു. ഹലോ ഹലോ, നിങ്ങൾ എത്തിയോ? ഞാൻ എപ്പോഴേ എത്തിക്കഴിഞ്ഞു. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യാ? അവര് മേളിലവരെ മുറി കിടന്നുറങ്ങുക. ഞാൻ അവർക്ക് മരുന്നൊക്കെ കൊടുത്തു. എനിക്കും ഭയങ്കര തലവേദന. ഒരു ഗുളിക കഴിച്ചിട്ട് ഞാനും കിടക്കാൻ പോവാ. ഓക്കെ? എന്നാ ശരി, നീയും കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്.
താൻ ഇത്രയും നേരം എവിടെ ചെന്ന് കിടക്കായിരുന്നു? ഞാൻ അവിടെ ശ്രദ്ധിക്കുകയല്ലായിരുന്നോ? ആഹാ. അവള് മരുന്ന് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിരിക്കുക. ഇനിയിപ്പോ നമ്മുടെ ജോലി നമുക്ക് ഈസി ആയിട്ട് ചെയ്തുകൂടെ? ആ, വാ പോ വാ. അയ്യോ! ആരാ നിങ്ങള്? ആരാണെന്ന് ചോദിച്ചേ? ഏയ്, തൊള്ളാർന്ന കൊന്നുകളഞ്ഞ. ഏയ്, വാടാ, 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 പോ. മുഖംമൂടി ധരിച്ച അജ്ഞാതരായ ചില ആൾക്കാർ സരിതയുടെ വീട്ടിൽ കയറി അവളുടെ അമ്മായിയമ്മയും അച്ഛനെയും കൊലപ്പെടുത്തി ചില ആഭരണങ്ങളും പണവും മോഷ്ടിക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹത്തിന് ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കവർച്ചയും കൊലപാതകവും എല്ലാം ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുന്നു. പത്രം തുറക്കുമ്പോഴെല്ലാം ഹൃദയം തകർക്കുന്ന ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ കാണേണ്ടി വരുന്നു. സരിതയുടെ ഇൻലാസിനെ വെറും കവർച്ചയ്ക്ക് വേണ്ടി മാത്രമാണോ കൊന്നത്? അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അമ്മേ, അച്ഛാ, സരിത, എന്തുപറ്റി? അച്ഛനും അമ്മയ്ക്കും എല്ലാം ഓക്കെ അല്ലേ? എവിടെയാ അവര്? അല്ല സരിത, പറയേ. നിങ്ങളാണോ രോഹിത്? ആ, രോഹിത്, നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചതില് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇല്ല 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 ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ അവരുടെ ബോഡീസ് ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. മരിച്ചെന്നോ? അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. രോഹിത് സർ, ഞങ്ങൾ ഇവിടുത്തെ എല്ലാ CCTVസും കണ്ടിരുന്നു. ആദ്യം നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ രണ്ടുപേരും ബൈക്കിൽ വന്നതാ. അവര് ഹെൽമെറ്റും മാസ്കും ഒക്കെ ഇട്ട് ഫേസ് കവർ ചെയ്തിരുന്നു. ബൈക്കിൽ നമ്പറും ഇല്ലായിരുന്നു. ചിലപ്പോൾ മോഷണത്തിന് വേണ്ടിയായിരിക്കും. എങ്ങനെയായാലും നിങ്ങളുടെ അച്ഛനെയും അമ്മയും കൊന്നവരെ ഞങ്ങൾ വേഗം തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും. അവർക്ക് മോഷ്ടിക്കണമായിരുന്നെങ്കിലും മോഷ്ടിക്കായിരുന്നു. പക്ഷെ അവരെന്തിനാ എൻ്റെ അച്ഛനും അമ്മയും കൊന്നു കളഞ്ഞ്? അവരോട് എന്ത് ദ്രോഹമാണ് ഞങ്ങളുടെ കുടുംബം കാണിച്ചേ? എന്റെ സന്തോഷമായ കുടുംബം ഒരു ദിവസത്തിൽ തകർന്നത്. നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. പക്ഷേ എന്തൊക്കെയാ കളവ് പോയത്? 5 ലക്ഷത്തിന്റെ ജ്വല്ലറി, 8 ലക്ഷം ക്യാഷും. അപ്പോൾ നിങ്ങളെവിടെയായിരുന്നു? ഒരു ബിസിനസ് കാര്യത്തിന് പുറത്തു പോയതാ. അപ്പോഴാ ഇത് സംഭവിച്ചല്ലേ? നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു CCTV ചെക്ക് ചെയ്തപ്പോൾ അതിലൊരാളെ ഞങ്ങൾ കണ്ടു. അയാൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിന് ചുറ്റിപ്പറ്റി നിൽക്കായിരുന്നു. ഈ കൊലപാതകത്തിന് ഒരു ദിവസം മുമ്പ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരോടെങ്കിലും ദേഷ്യം മറ്റും? ഇല്ല സർ. ഓക്കെ, ഇനിയുള്ള എൻക്വയറീസിന് നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. ശരി സർ. അതാരായിരുന്നു? അത് പ്രോപ്പർട്ടി ഡീലർ, എൻ്റെ ഫ്രണ്ട് രാഘവ്. അവൻ്റെ കൂടെ പ്രോപ്പർട്ടി ഡീൽ ചെയ്യാൻ ഞാൻ പോയേ. വീട്ടിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും പ്രോപ്പർട്ടിയുടെ പുറകെ നടക്കുക? ആ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിരുന്നു. അവർക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നു.
ശരി, നീ അത് നോക്കിക്കോ. എനിക്ക് പ്രോപ്പർട്ടിയുടെ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ദേ നോക്ക്. പിന്നെ ആ പോലീസിനോട് ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. പകരം ഞാൻ ബിസിനസ് കാര്യത്തിന് പുറത്തു വരിക്കാന്ന് പറ. ഓക്കെ? സ്വന്തം മാതാപിതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ആ മകൻ ഇപ്പോഴും പ്രോപ്പർട്ടി ഡീലിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്നതിന്റെ സൂചനയാണത്. രോഹിത്തിന്റെ ഈ പെരുമാറ്റം കാരണം സരിതയ്ക്ക് അവനോട് സംശയം തോന്നി തുടങ്ങി. അതേസമയം പോലീസ് പുറത്തുനിന്നുള്ള അന്വേഷണം തുടർന്നെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ല. ഈ കേസിനെ നമ്മൾ മറ്റൊരു കോണിൽ നിന്നുകൂടി പരിശോധിക്കണോ, അതോ ഇതെല്ലാം വെറും യാദൃശികം മാത്രമാണോ? എന്നോട് ക്ഷമിക്കണം സരിത, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ ജോലി അങ്ങനെ ആയിപ്പോയി. സർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അച്ഛന്റെ അമ്മയുടെയും കൊലപാതകയെ കണ്ടെത്തണം. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊലയാളിയെ കണ്ടുപിടിക്കും. നിങ്ങൾ ഇത് മാത്രം പറഞ്ഞാൽ മതി. അന്ന് രാത്രി എന്താ സംഭവിച്ചേ? ഞാൻ ഓർക്കഗുളിയെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആരോ അലറുന്ന ശബ്ദം കേട്ടു. ഞാനുടനെ ഹാളിലേക്ക് ഓടി വന്നു. അപ്പൊ കണ്ടത് 2 പേര് കയ്യിൽ ബാഗും റോഡും ഒക്കെ ആയിട്ട് ഓടുന്നതാ. ഞാൻ പേടിച്ചു പോയി. ഒരുത്തൻ എന്റെ നേരെ ഭീഷണി ഉയർത്തി. എന്നിട്ട് അവർ 2 പേരും ഓടിക്കളഞ്ഞു. ഞാൻ ഓടി മേളിലേക്ക് ചെന്നു. അവിടെ അച്ഛനും അമ്മയും രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതൊരു മോഷണ കേസാണെന്നാണോ, അതോ നിങ്ങളുടെ കുടുംബത്തിനോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെന്നോ? കാരണം ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ബിസിനസ്സുകാരിയായി പുറത്തു പോയിരിക്കായിരുന്നു. ബിസിനസിന്റെ കാര്യമൊന്നും അല്ല സർ. പിന്നെ എന്തിന്? എന്റെ ഹസ്ബൻഡ് ഈ കാര്യം ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ അമ്മായച്ഛനും അമ്മായിയമ്മയും. സരിത മാം, നിങ്ങളൊന്ന് സൂക്ഷിക്കൂ. അത് പിന്നെ രോഹിത് ഈ വീട് വിൽക്കാൻ ആലോചിക്കുകയായിരുന്നു. അതിന്റെ കാര്യമായിട്ടായിരുന്നു ഏട്ടൻ അന്ന് രാത്രി കൂട്ടുകാരൻ രാഘവന്റെ കൂടെ എങ്ങോട്ടോ പോയത്. അന്ന് എന്റെ അമ്മായിയമ്മയും അമ്മായച്ഛനും. ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. രാജ്ദീപ്, ഈ കേസിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചെയ്യേ, രോഹിത്തിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുക. അപ്പം മനസ്സിലാവും അവൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ രാഘവ്, അവനെയും വിളിച്ച് ചോദ്യം ചെയ്യണം. ഓക്കെ സർ. ചെല്. നോ വറീസ്. ശരി ശരി. സരിത, ഒന്ന് അവിടെ നോക്കിയേ. രാഘവ് കുറച്ചു ദിവസത്തേക്ക് എവിടെയോ പുറത്തു പോയിരുന്നു. അതുകൊണ്ടാണ് പോലീസിന്റെ പിടിയിലാകാതിരുന്നത്. രോഹിത്തിന്റെ മനസ്സിൽ അങ്ങനെ എന്താണുള്ളത്? രോഹിത് മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ ആളുകളെ ഏർപ്പാടാക്കിയതായിരിക്കുമോ? നമ്മൾ കേട്ടിട്ടില്ലേ, പണം, സ്ത്രീ, ഭൂമി ഇവയ്ക്കായി മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന്. ഇവിടെ വിഷയം പ്രോപ്പർട്ടിയെക്കുറിച്ചായിരുന്നു. രോഹിത് തന്റെ മാതാപിതാക്കളുമായി നല്ല ബന്ധത്തിലായിരുന്നില്ലേ? നീ കുടിച്ചിട്ട് വന്നിരിക്കുക? വിടാനാ പറഞ്ഞ എന്നെ. നീ പോലീസിന്റെ അടുത്ത് പ്രോപ്പർട്ടിയുടെ കാര്യം എന്തിനാ പറഞ്ഞേ? ഞാൻ പറയരുതെന്ന് പറഞ്ഞല്ലേ? അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്.
ഇവിടെ ഇത്രയൊക്കെ നടന്നിട്ടും നീ ഇപ്പോഴും പ്രോപ്പർട്ടിയുടെ പുറകെ നടക്കുക? അവരെന്റെ സുഹൃത്ത് രാഘവനെ പട്ടിയെ പോലെയാ തല്ലുന്നേ. അവന്റെ പേര് എന്തിനാ പറഞ്ഞേ? എന്തിനാ പറഞ്ഞെന്ന്? എന്നെ വിടാൻ! എനിക്ക് ഇവിടുന്ന് പോണം. ഇവിടെ എനിക്കായിട്ടൊന്നുമില്ല. ഞാൻ പോവാ. നമുക്ക് വേഗം ഇവിടുന്ന് ഇറങ്ങണം. ഇവിടെ ഇനി പറ്റില്ല. രോഹിത്തിന്റെ പെരുമാറ്റം സരിതയ്ക്ക് വളരെ അപകടകരമായി തോന്നിയിരുന്നു. അവന്റെ മാതാപിതാക്കളോടും രോഹിത് ഇതേ രീതിയിലാണോ പെരുമാറിയിരുന്നത്? പോലീസ് അന്വേഷണം തുടരുകയായിരുന്നുവെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. സത്യത്തിൽ ഈ കേസ് വെറും ഒരു സ്വത്ത് തർക്കം മാത്രമാണോ? രോഹിത്തിനിതിൽ യാതൊരു പങ്കുമില്ലായിരുന്നോ? രണ്ട് വ്യത്യസ്ത കഥകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുകയാണോ? രോഹിത് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രാഘവ് എന്തിനാണ് ഒളിവിൽ പോയത്? രോഹിത്തിന് മാതാപിതാക്കളോട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി പ്രോപ്പർട്ടി വിൽക്കാമായിരുന്നു. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതോ മാതാപിതാക്കൾ രോഹിത്തിനെതിരായിരുന്നോ? വീട്ടിലെ എന്തെങ്കിലും രഹസ്യം സരിതയ്ക്ക് അറിയാമായിരുന്നോ? അതുകൊണ്ടാണ് രോഹിത്തിന്റെ പെരുമാറ്റം സരിതയോട് അങ്ങനെ ആയത്? അതോ അത് രോഹിത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നോ? വരൂ, തുടർന്ന് കാണാം. സർ, രോഹിത്തിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അന്ന് രാത്രി അവൻ ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ സർ, എന്ത് പക്ഷേ? സർ, നമ്മുടെ കോൺസ്റ്റബിളിന് രോഹിത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു സിം കാർഡ് കിട്ടിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിട്ടുന്നതാണ്. പിന്നെ സാറേ, രാഘവ് നമ്മുടെ കസ്റ്റഡിയിലാണിപ്പോ. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അവനെ പിടിച്ചോണ്ട് വാ. സാർ എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്താ സാറേ ചെയ്തേ? മർഡർ ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നു. മർഡറോ? സാറേ, ഞാനൊരു സാധാരണക്കാരനായ പ്രോപ്പർട്ടി ഡീലറാ. വീടും സ്ഥലവും ഒക്കെ വാങ്ങുക, വിൽക്കുക, പിന്നെ ആൾക്കാർക്ക് റെന്റിന് കൊടുക്കുക. അതാണ് എന്റെ ജോലി സർ. ഞാൻ ആരെങ്കിലും എന്തിനാ കൊല്ലുന്നത് സർ? രോഹിത്തിന്റെ അച്ഛനും അമ്മയും എന്തിനാ നീ കൊന്നേ? സാറേ, രോഹിത് എന്റെ ഒരു പഴയ സുഹൃത്താ. അവന്റെ എല്ലാ സുഖത്തിനും ദുഃഖത്തിനും ഞാനുണ്ട്. അതുകൊണ്ടാണോ നീ മർഡറിന് അവനെ സഹായിച്ചേ? സാറേ, ഇതൊക്കെ സംഭവിച്ച സമയത്ത് ഞാനും രോഹിത്തും ഇവിടുന്ന് പുറത്തായിരുന്നു സാർ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ പണി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതാണെങ്കിലോ? സാറേ, ഞാൻ അവന്റെ അച്ഛനും അമ്മയെ എന്തിനാ കൊല്ലുന്നത്? എനിക്ക് എന്താ കിട്ടുന്നത് സാറേ? കാരണം രോഹിത്തിന് അവന്റെ പാരമ്പര്യ സ്വത്തും നിനക്ക് മോട്ടിച്ച കാശും പണ്ടവും മാത്രമല്ല, രോഹിത് നിനക്ക് കാശും തന്നിട്ടുണ്ടാവും ഈ പണി തീർക്കാൻ. സാറേ, ഞാൻ നിരപരാധിയാ സാറേ. സത്യം പറയാ, ഞാൻ നിരപരാധിയാണ് സാറേ. പിന്നെ ഇത്ര ദിവസം എന്തിനാ ഒളിച്ചിരുന്നേ? സാറേ, ഞാൻ രോഹിത്തിന്റെ ഒരു ജോലിയായിട്ട് പുറത്തു പോയതാ സാറേ. അവനാ പറഞ്ഞത് അവന്റെ പ്രോപ്പർട്ടിയുടെ ഡീല് നടന്ന ബയറിന്റെ അടുത്ത് എന്നിട്ട് പേപ്പേഴ്സ് ഒക്കെ കാണിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വരാൻ. പിന്നെ ഈ പ്രോപ്പർട്ടി അവന്റെ പേരൻസിന്റെ പേരിലായതുകൊണ്ട് ഈ നെയിം ട്രാൻസ്ഫറിന്റെ പേപ്പേഴ്സ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. ഈ ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ പുറത്തു പോയത്. പിന്നെ പോരാഞ്ഞിട്ട് ആ ബയർ സിറ്റിക്ക് പുറത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ പോകേണ്ടതായിട്ട് വന്നു. പിന്നെ പണി കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തു, അത്രേ ഉള്ളൂ. രോഹിത് എന്തിനാ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത്? അത് അറിഞ്ഞൂടാ സർ. അവന്റെ അച്ഛനും അമ്മയായിരുന്നു ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി എന്നെ ഫോൺ ചെയ്തത്. അതെ, അവർക്ക് നാട്ടിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം പ്രോപ്പർട്ടി വിട്ടിട്ട്. പക്ഷെ രോഹിത്തിന് ഇതിനോട് താല്പര്യമില്ലായിരുന്നു. അവന് വേറെ സിറ്റിയിലേക്ക് പോകാനായിരുന്നു താല്പര്യം, അവന്റെ ബിസിനസ് വളർത്താനായിട്ട്. എന്ന് വെച്ചാൽ ഈ മർഡറിന്റെ പിന്നിൽ രോഹിത്തിന്റെ കൈയായിരുന്നു എന്നല്ലേ? അതെനിക്കറിയില്ല സർ. രോഹിത് ആരോടും ഒരിക്കലും ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷെ അവന്റെ പേരൻസിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ അത്ര സന്തുഷ്ടനായിരുന്നില്ല. താനൊന്ന് പുറത്തു പോ. എനിക്ക് തോന്നുന്നത് രോഹിത് ഇതിനെല്ലാം കാരണക്കാരനാ. കാരണം പ്രോപ്പർട്ടിയുടെ ആംഗിൾ നമ്മൾ അവനിലേക്ക് നയിക്കുന്നത്. സാറ്, നമുക്ക് ശരിക്കുള്ള തെളിവാണ് വേണ്ടത്. നമുക്ക് രണ്ടാമത്തെ ഒരു ക്ലൂ ഉണ്ടല്ലോ, നോക്കാം അത് നമ്മളെ സഹായിക്കുമല്ലോ ഒന്ന്. കേസ് പരിഹരിക്കാൻ പോലീസിന്റെ പക്കൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെറും കവർച്ചയുടെ കേസ് മാത്രമായിരുന്നെങ്കിൽ രോഹിത്തിന് മാതാപിതാക്കളുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നുവെന്ന സൂചനകൾ എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? മാതാപിതാക്കളുടെ സ്വത്ത് സ്വന്തമാക്കാനായി അവരുടെ സ്വന്തം മകൻ തന്റെ മാതാപിതാക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? എന്തായാലും ഇത് കലിയുഗമല്ലേ, ഒന്നും പറയാനാവില്ല. ജയൻ സർ. സാർ, ആ സീനിന്റെ ഡീറ്റെയിൽസ് വന്നു. സാർ, രണ്ടാമത്തെ ക്ലൂ കിട്ടിയിരിക്കുന്നു.
സാറേ ഇത് മോഷണമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിന് മോഷണത്തിൻ്റെ ഒരു ആംഗിൾ കൊടുത്തതേ ഉള്ളൂ. മർഡർ എന്താണോ നടന്നത് ആ ദിവസം ഈ നമ്പറിലേക്ക് 65 പ്രാവശ്യം മറ്റേ നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറേ അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ലൊക്കേഷൻ സിദ്ധാർത്ഥ്, നീയോ? നിന്നെ കാണാൻ തോന്നി, അത്രേ ഉള്ളൂ. നിന്റെ ഭർത്താവില്ലല്ലോ അല്ലേ? ഇല്ല, പുള്ളി പുറത്തു പോയിരിക്കുക. പക്ഷെ അവനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പെട്ടെന്ന്. അത് ചെയ്യാന്ന്. ആദ്യം എൻ്റെ ഉള്ളിലുള്ള ആ തീ അതൊന്ന് കെടുത്താൻ നോക്ക്. അതുകൊണ്ടാ ഞാൻ ദേ ഇങ്ങോട്ട് വന്നേ. കാരണം ചില കാര്യങ്ങൾക്ക് അടച്ച മുറിയിലായിരിക്കും ഭംഗി കൊടുക്കുക. അതെ, ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആ കതവ് തുറക്കേണ്ടി വരും. പിടിച്ചോണ്ട് പോ രണ്ടുപേരും. പോലീസ് ശേഖരിച്ച ഫോൺ കോൾ ഡീറ്റെയിൽസിൽ നിന്ന് കൊലപാതകം നടന്ന ആ ദിവസം 56 തവണ സരിതയും സിദ്ധാർത്ഥും സംസാരിച്ചതായി കണ്ടെത്തി. ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ സരിതയുടെ കൈയുണ്ടോ? എല്ലാത്തിനും പിന്നിൽ ആരാണ്? സിദ്ധാർത്ഥിന്റെയും സരിതയുടെയും കൂടെ ചേർന്ന് രോഹിത്തിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത് ആരാണ്? ഒരു മരുമകൾക്ക് എങ്ങനെ ഇത്രയും ക്രൂരത ചെയ്യാൻ സാധിക്കുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നത്. വരൂ, ഈ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നുവെന്ന് നോക്കാം. എന്തിനാ നിന്റെ അമ്മയച്ഛനെ കൊന്ന് പറയാൻ? സർ, ഇത് ഞാൻ എൻ്റെ സുഹൃത്ത് ലോകേഷിൻ്റെ കൂടെ ചേർന്ന് ചെയ്തതാ. സരിത പറഞ്ഞിട്ട്. സാറേ, ഞങ്ങൾ രണ്ടുപേരും വളരെ മുമ്പ് തൊട്ട് സ്നേഹത്തിലാണ്. നിന്റെ ഭർത്താവിനെ വഞ്ചിച്ച് വേറൊരുത്തനായിട്ട് ബന്ധം കൂടുക, ഭർത്താവിന്റെ പേരൻസിനെ കൊന്നിട്ട് ആ പഴി ഭർത്താവിന്റെ തലയിലിടുക. സർ, രോഹിത്തിന് ഞാനും സിദ്ധാർത്ഥും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. അതുമാത്രമല്ല, എന്റെ അമ്മായിയമ്മയ്ക്കും അമ്മായിയച്ഛനും പോലും ഇതിനെക്കുറിച്ച് അറിയായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യയെ കാണാൻ വരരുതെന്ന്. പറഞ്ഞാ മനസ്സിലാവില്ലേ? പറടാ. എന്റെ അച്ഛനും അമ്മയും നിന്നോട് എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലേ? എന്റെ കുടുംബത്തിന്റെ പേര് നശിക്കാതിരിക്കാനാണ് ഞാൻ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലായടാ. ചെല്. പിന്നെ നീ പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക്? ആ, മനസ്സിലാവില്ലെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കൂടി എന്റെ ഫോൺ വരെ പിടിച്ചു വാങ്ങിച്ചു. അവരീ വീട് വിട്ടിട്ട് ഗ്രാമത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. രോഹിത് ഈ വീട് വിട്ടിട്ട് വേറൊരു സിറ്റിയിലേക്ക് പോവാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ ഈ വീട് വിറ്റിട്ട് സിദ്ധാർത്ഥിന്റെ കൂടെ ദൂരേക്ക് എവിടെയെങ്കിലും പോണെന്നാ വിചാരിച്ച്. എന്തു പറ്റി? നീ ആള് മൂഡ് ഓഫ് ആണല്ലോ. നീ ഇവിടെ എനിക്ക് മൂടുണ്ടാക്ക്. അവിടെ എന്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കൂടി എന്നെ ജീവിക്കാൻ വിടുന്നില്ല. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കൊന്നുകള അവരെ രണ്ടുപേരെയും. എന്ത് ഭ്രാന്തി പിടിച്ചോ നിനക്ക്? എന്നെ അകത്താക്കാനാണോ പ്ലാൻ? അതൊന്നും എനിക്കറിയണ്ട. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അതുകൊണ്ട് എന്താ കാര്യം? നിന്റെ ഹസ്ബൻഡ് ഉണ്ട്, അയാളെ കൊല്ലേണ്ടി വരും. വേണ്ട, അവനെ ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവനെ പറ്റിച്ച് ഈ വീട് എന്റെ പേരിലാക്കിയെടുക്കാം. എന്നിട്ട് ഈ വീട് വിറ്റിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം.
അച്ഛനെ അമ്മായിയമ്മയും കൊലപ്പെടുത്താൻ സിദ്ധാർത്ഥിനെ കൊണ്ട് സരിത സമ്മതിപ്പിച്ചു. രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തു അവരെ വഴിയിൽ നിന്ന് മാറ്റിയ ശേഷം സരിത രോഹിത്തിനെ പറ്റിച്ച് അവന്റെ കുടുംബസ്വത്ത് മുഴുവൻ വിറ്റ് സിദ്ധാർത്ഥിനൊപ്പം ജീവിതം നയിക്കുക. ഈ പ്ലാൻ നടപ്പാക്കുന്നതിനായി സിദ്ധാർത്ഥ് സരിതയ്ക്കൊരു സിം കാർഡ് നൽകി. എന്നിട്ട് കാര്യങ്ങൾ കവർച്ച നടന്നതായി ആസൂത്രണം ചെയ്തു. പക്ഷേ സരിത ആ സിം ഒളിപ്പിക്കാൻ മറന്നുപോയി. അതാണ് പോലീസിനെ സിദ്ധാർത്ഥിലേക്ക് എത്തിച്ചത്. ഇതത്ര ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് തീർക്കാൻ. പിന്നെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ജയിലിലെ ഭക്ഷണം കഴിക്കാൻ 2 എണ്ണവും തയ്യാറായിക്ക്. തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് സരിതയാണെന്നറിഞ്ഞപ്പോൾ രോഹിത് പൂർണ്ണമായും തകർന്നുപോയി. പോലീസ് ഉടൻ തന്നെ സിദ്ധാർത്ഥിന്റെ മറ്റൊരു കൂട്ടാളിയെയും പിടികൂടി. അങ്ങനെ ഇതായിരുന്നു ഈ കഥയുടെ അവസാനം. ഞാൻ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയ ഒരു കഥയോടൊപ്പം. കാത്തിരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ജയ് ഹിന്ദ്.